നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയുകയാണ്, ഈ ഒരു കഥാപാത്രവുമായിട്ട് മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തികച്ചും സാങ്കല്പികം മാത്രമാണ്. മറ്റൊരു ചാനലിൽ നിന്നും ഞോണ്ടിയെടുത്തതാണ്. അതുമാത്രവുമല്ല, ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇത് 18 വയസ്സിന് താഴെയുള്ളവർ കാണാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, ഒരു റീൽസ് എന്ന് പറയുന്ന ഒരു ആഭാസം കൊണ്ട് ജീവിക്കുന്ന ഇപ്പോൾ ഒരു സ്ത്രീ ഇറങ്ങിയിട്ടുണ്ട്. അതായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ റീൽസാണ്, അവരുടെ കാര്യങ്ങൾ തന്നെ. അയ്യോ, ഇത് പറഞ്ഞു മടുത്ത്. അതുകൊണ്ട് പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. മരിച്ചുപോയ ഒരു വലിയ കലാകാരൻ്റെ ഒരു ഭാര്യയാണ്. അതുകൊണ്ട് ഇതൊക്കെ നിർത്തിയിട്ട് വീട്ടിൽ പോകേണ്ട സമയം കഴിഞ്ഞിരുന്നു. ഇനിയും ഇതുപോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാർ ഇറങ്ങും, ഇവരെ നേരിടാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വളരെ മോശമായ രീതിയിൽ എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. ഇതിങ്ങനെയാണോ റീൽസ് എടുക്കേണ്ടത്? ഇങ്ങനത്തെ റീൽസ് എന്നല്ല നമ്മൾ ഇതിനൊക്കെ പറയുക. ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടി വരും. എന്തിനാണ് ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ അപഹാസ്യയാകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്നേ പറയാനുള്ളൂ. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുകയും ചെയ്യില്ല. ആദ്യകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ സ്നേഹമോ ബന്ധമോ ഒന്നുമില്ല. അവർ കാണിച്ചു കൂട്ടുന്ന പരിപാടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് ഫെയിമാകാൻ വേണ്ടിയിട്ട് ഇവരെ മനഃപൂർവ്വം കരുവാക്കി വിടുകയാണ്. അത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് മനസ്സിലാകില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രസം. അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അന്നം മുടക്കാൻ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് അരി വാങ്ങിക്കേണ്ടതാണ്, അതും അല്ലെങ്കിൽ എനിക്കാരെങ്കിലും ജോലി തരാനുണ്ടോ, എനിക്കും ജോലി ചെയ്യണ്ടേ, ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞിരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഒരു സഹോദരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. അവർക്കത് പറയേണ്ട ഒരു അധികാരമുണ്ട്. അവരും ഒരു സ്ത്രീയാണ്, അവരും ഒരു അമ്മയാണ്. ഏതായാലും അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ശശികലയാണ് സാറേ. ഞാനൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ്. നമ്മള് 450 രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മറ്റുപോയ സ്ത്രീ എന്നും പറഞ്ഞ് നാട്ടുകാരൊക്കെ മുഴുവൻ ഏതു നേരവും സംസാരിച്ചോണ്ട് വീഡിയോ ചെയ്യുന്നു. കണ്ട എല്ലാവരും വീഡിയോ റീൽസും ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. നല്ല പിള്ളേര് നാട്ടിലുണ്ട്. ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങള് ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ റീൽ എന്നുള്ള പേരിൽ ഈ പെൺപിള്ള കോപ്രായം കാണിക്കുന്നത്? ആരെ കുറിച്ചാ പറയുന്നത്? ഒരുത്തന്റെ ഭാര്യയാണ് ഇവിടെ എന്നാ പറയുന്നത്. 2 ആമക്കളൊക്കെ ഉണ്ട്, ഒരു കുഞ്ഞേ ഉള്ളു. ഇതൊക്കെ 30-33 വയസ്സുണ്ട് സാറേ. എന്തോരം ഇന്ത്യയിൽ മൊത്തം എന്തോരം ഹിന്ദിയും നമ്മൾ തമിഴും ഒക്കെ കാണാറുണ്ട്. എന്തോരം നല്ല കുട്ടികളുണ്ട്. ഈ പെണ്ണുമ്പിളക്ക് വല്ല തൊഴിലുറപ്പിനും വെക്കൂടെ? എന്തിനാണ് സാറേ ഇവർ ഈ കോപ്രായം കാണിക്കുന്നത്? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അഥവാ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആയിരിക്കും കൂടുതലും. പിള്ളേര് ഫോൺ അഡിക്റ്റാണ് മിക്കവര്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ മോശമാകയല്ലേ ഈ സ്ത്രീ കാരണം? അവരെന്തോ ഈ റീൽസ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാ? ഇവര് റീൽസ് എന്നും പറഞ്ഞ് കാണിക്കുന്ന ആളൊക്കെ കെട്ടിപ്പിടിക്കുന്നു, ഞെക്കുന്നു, ഉമ്മ വെക്കുന്നു. ഈ പകൽ പട്ടപ്പകൽ നാട് റോഡായിട്ട് വരെ ഇപ്പൊ ഈ കൊച്ചിയിലെ കണ്ടെണ്ണം കാണിച്ചിട്ട് വണ്ടിക്കാരെല്ലാം കൂടി തെറിയും വെച്ച് പോകുന്നുണ്ട്. ഇതിനെ പിടിച്ചൊന്ന് ജയിലിടാം വല്ല വഴിയുണ്ടോ? അവൾക്ക് ഈ ഈനാമ്പറ്റിക്ക് മരപ്പെട്ടി കൂട്ടുപോലെ 2-3 അവന്മാരും ഉണ്ട്. നേരെ നിൽക്കുമ്പോത്തോട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഷൂട്ടും കൊണ്ട് നടക്കരുത്. എന്നാ ഷൂട്ടാണ് അറിയാൻ വരാം. നല്ല മര്യാദക്ക് അഭിനയിക്കുന്ന സിനിമാ നടികൾക്ക് ഇന്നത്തെ കാലത്ത് കേരള കമ്മീഷൻ പറഞ്ഞപ്പോ ഓരോരുത്തരും ഓടി അകത്ത് കയറുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഒത്തിരി. കേരളം അവർക്ക് പോലും മര്യാദക്കൊന്ന് എന്തെങ്കിലും ഒരു ചെറിയ വീട്ടിൽ നടത്താൻ വേണ്ടി ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത കാര്യമാണ്. നല്ലതിനൊക്കെ കണ്ടാലൊന്നും ആരും വിടുകയില്ല. അവന്റെ പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവക്കൊന്നും മര്യാദക്ക് തിരിക്കാൻ എന്റെ സാറേ. അവളുടെ ക്ലോസപ്പ് കാണുകയാണ് ഒന്ന് താഴെ വരും. എന്തോ ഒരു സ്ത്രീയാണെന്ന് എനിക്കറിയാമില്ല. ഇത്രോ ഉളുപ്പില്ലാത്തൊരു സ്ത്രീ. മര്യാദക്കൊന്ന് ക്യാമറ ഫോക്കസ് ചെയ്ത് തിരിക്കാനുള്ള ഒരു ഇതുപോലും ഇല്ല. ഇന്ന് 2 വർഷം മുടിയൊക്കെ പിന്നിട്ട് നിൽക്കുന്നു. ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് പാവാട കൊടുത്ത് ഇന്ന് നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടാം സൗരഭ്യ. അവൻ ചെറിയൊരു കലാകാരനാണ്. എന്തോ സ്കിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കാര്യം ശരി. ഇവിടെ ആ പേരും പറഞ്ഞ് അവന്റെ പേരും പറഞ്ഞ് മുതലിട്ട് എന്നിട്ട് ചേട്ടന്റെ ആക്സിഡന്റ് വന്നപ്പോഴുള്ള പെർഫ്യൂം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അത് അടിക്കുമ്പോ ചേട്ടൻ എവിടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുമെന്ന് ഇന്നലെ പറയേ. എന്തിനാണ് സാറേ ഈ സ്ത്രീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്? ഇതൊക്കെ മര്യാദക്ക് തൊഴിലുറപ്പിന് പോകാൻ പാടില്ലേ? കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമായ ഒരു സ്ത്രീ ഞാനിന്ന് വരെ കണ്ടിട്ടില്ല. നമ്മൾ ഈ 10-40 രൂപക്ക് ഫോൺ റീചാർജ് ചെയ്യുന്നത് നമുക്ക് ഒരേ ഇപ്പൊ യുദ്ധം നടക്കുന്നത് നമ്മള് രാത്രി അതൊക്കെ കണ്ട് അതിന്റെ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഓരോ പെൺകുട്ടികളെ കണ്ടാൽ നമ്മൾ ചെന്ന് നമിക്കുന്ന രീതി എത്രയോ കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിലും ചെയ്യട്ടെ. അല്ലെ ആ റീല് ചെയ്താൽ അതിലൊരു
നമുക്ക് തരാൻ മെസ്സേജോ അതേപോട്ടെ എന്തോ ആയിക്കോട്ടെ. അവർക്കും ആഗ്രഹങ്ങൾ കാണത്തില്ലേ? അവർക്കും ഈ പറയുന്ന പോലെ ഐശ്വര്യ റായിയെ പോലെ സൗന്ദര്യം എല്ലാവർക്കും ഉണ്ടാകും. അവർക്കും ജീവിക്കണമെന്നും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും അവർക്കും ആഗ്രഹമില്ലേ? ഐശ്വര്യ റായിയായെന്ന് പറഞ്ഞ് എല്ലാരും ചെന്നാൽ നടക്കുവാ സാറേ. ഇത് ഞാൻ സാറിനോട് പറയുമ്പോ എന്റെ ഒരു മനസ്സ് സ്വീപ്പ് ചെയ്തോണ്ടാ ഞാൻ പറയണേ, ഈ സാധനത്തിന് പെണ്ണുങ്ങൾക്കുള്ള ഒരു സാധനവും ഇല്ല. എന്നിട്ടാണ് പിടിച്ചു വെച്ച് ഞെക്കിയാൽ കുഴപ്പമില്ല. സാറ കമന്റ് ഒന്ന് നോക്ക്. ആമ്പിളാര് വിളിക്കുന്ന തെറിയേട്ട ഒരു മനുഷ്യൻ വയ്ക്കല. ഇന്നലെ മിനിഞ്ഞാന്നും അതിന്റെ 2-3 ദിവസത്തിനൊക്കെ ആളുകൾ ഇളകിയിട്ടുണ്ട്. ഒന്നും ഒത്തിരി പെണ്ണുങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആണുങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. റോഡിന്റെ നടുക്ക് ഈ റോഡ് നിയമമൊന്നും ബാധകമല്ലേ ഇവർക്ക്? വണ്ടി പോകാൻ സമ്മതിക്കുന്നില്ല. കൊച്ചി പോലുള്ളൊരു തിരക്കുള്ള സ്ഥലത്ത് എനിക്ക് ആ പാലം, നമ്മളെ കൊച്ചിലേക്ക് കിടക്കുന്ന പാലമാണെന്ന് തോന്നുന്നു, ആ പാലത്തിൽ നിന്നുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. നമ്മൾ ഈ 100-300 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ പിന്നെ നമ്മള് ബോഡി ഷേമിംഗ് ആണ് സാറ് പറയുന്നത്. ഈ ചുണ്ടലിനെ കാണാൻ പോകാനാണ് സാറേ. അത് ചിരിക്കുമ്പോഴുണ്ടല്ലേ ഒരു 25 പ്ലേറ്റ് അവളുടെ 2 സൈഡിലും ഉണ്ട്. പേര് നോക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ കാളുകൾ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള പിന്നെ ലിപ്സ്റ്റിക്ക് വിട്ട് എന്തിനാണ് ഇവന്മാര് കൊണ്ട് ഈ കാട്ടിട്ട് കെട്ടിപ്പിടിക്കുന്നത്? അവര് കെട്ടിപ്പിടിച്ചിട്ട് എവിടെയും കൊണ്ടാക്കുക, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്നതേ ഒരു ചെറിയ ബ്ലൗസ് വിട്ട് നടക്കണം അവിടെയൊക്കെ, പിള്ളേരുടെ ലോങ് ബ്ലൗസ് അത് വിട്ട് പാവടയിട്ട് നടക്കുമ്പോ ഇവളോർക്കണത് ഇവളെ ഏതാണ്ടും അവന്മാര് ഇപ്പൊ അതിലുള്ളൊരു ഒരു കുഴപ്പമേ ഉള്ളൂ, ഈ തീറ്റിന്റെ തിന്നാനുള്ള വീട്ടിലല്ല. അതുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് അഴിഞ്ഞാടുക. നേരം വെളുത്ത് സാറല്ലെങ്കിൽ ഞാൻ പറയണ കള്ളമാണെങ്കിൽ സാറ് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യും. ഇവളുടെ വീഡിയോ അല്ലാതെ ഒരൊറ്റ എണ്ണമില്ല. ഇത് എന്നത് ഈ സിനിമാ നടിയും നടന്മാരും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മൊത്തം ആൾക്കാരെ കാണിച്ചിട്ടാണ് ചെയ്യണം. ഇവക്ക് അഞ്ചാറ് ഞെക്ക് ഏതെങ്കിലും ആമ്പിളരുടെ ഞെക്ക് കൊണ്ടില്ലെങ്കിൽ ഇവക്ക് കഴിക്കാൻ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഞെക്ക്. പക്ഷെ അത് കാണാൻ മേലത് നമ്മൾ കാണാൻ എന്തിനാണുള്ള ഞെക്കണം? ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ പെൺകുഞ്ഞുങ്ങളല്ലേ, നമ്മുടെ പരിസരത്ത് പെൺകുഞ്ഞുങ്ങളല്ലേ, നാട്ടിലോട്ടല്ലേ ഈ കുഞ്ഞുങ്ങൾക്കും ടെൻഡൻസി ആകേലേ. കൊച്ചു പാവട വീട്ട് എല്ലാരും ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് നടക്കായിരുന്ന. ഞങ്ങളൊക്കെ പാവടപ്രായം കഴിഞ്ഞവരാ. എനിക്ക് 57 വയസ്സുണ്ട്. പോലീസൊക്കെ ചെയ്യുന്ന ആൺപിള്ളേരെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം ആങ്ങളമാരെയും അല്ലെ മക്കളെ ഒക്കെ വെച്ചിട്ട് ഒത്തിരി പേര് റീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യട്ടെ. ഈ ശരിക്കും ആണും പെണ്ണുമായിട്ട് വേറായിട്ട് റീൽ ചെയ്യണ ഒരുത്തി ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. 2 മരപ്പട്ടിയുണ്ട് അവിടെ കൂടെ. എന്റെ സാറേ, എനിക്ക് അതിന്റെ ഏറ്റവും സങ്കടം വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാനായ കമലഹാസൻ സാറും അതുപോലുള്ള മറ്റു നടന്മാരും ഒക്കെ എന്തൊരു കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന ലിറിക്സ് ആണ് സാറേ. അതിന് പിന്നെ ട്യൂൺ കൊടുത്ത് അത് എത്രയോ രൂപ കൊടുത്താണ് പാട്ട് പാടുന്ന. ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് AR റഹ്മാന്റെ ഒരു പാട്ടിന്റെ റേറ്റ് 3 കോടി രൂപയും. അങ്ങനെ കഷ്ടപ്പെട്ടും വില കൊടുത്തും ഉണ്ടാക്കിയ പാട്ടല്ല ഇവള് കൊണ്ട കാണിക്കുന്ന കൊണ്ടുവന്നിട്ടല്ലോ. ഇവളെ ചെല്ലയിടത്ത് മുക്കിയ കാലിന് ചവിട്ടാൻ തോന്നും. അത്രക്ക് നമുക്ക് ധൈര്യമുണ്ട്. കലയെ സ്നേഹിക്കുന്നവർക്ക് സങ്കടം വരും കേട്ടാ. ഞാൻ അതുകൊണ്ട് പറയുന്നു, പ്രതികരണ ശേഷിയുള്ളവർക്ക് സങ്കടം വരും. ഇവിടെ വീട്ടിൽ കൊണ്ടിട്ട് പഴങ്കഞ്ഞി കൊടുക്കണമെന്നുണ്ട് ഇവിടെ മുത്തരി മാറി കിട്ടും. ഒന്നാമത്തെ കൈകൾക്ക് വീട്ടിലേക്ക് ചോദിക്കാനും പറയാനും ആളില്ലെന്നാ തോന്നുന്നു. ഒരു ചോദിക്കാനും പറയാനും ഒരു കുഞ്ഞു കൊച്ചുവഴയുള്ള ആൾക്കാർ ഇങ്ങനെയൊന്നും പോകത്തില്ല. പെൺപെണ്ണുങ്ങൾ ഒരു സ്ത്രീകൾ, ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമാണ് സാറേ. ഈ സ്ത്രീ അപമാനമാണ്. കേരളത്തിലെ സ്ത്രീകൾ ആരും ഇങ്ങനെയല്ല നടക്കുന്നത്. ഭർത്താവിന്റെ ആഴ്ചക്കുടിയിലെ മകൻ എന്ന് പറയണവന് ഒരു 10, 16, 17 വയസ്സുണ്ട്. ആ ചെറുക്കന് നാണക്കട. ആ ചെറുക്കന്റെ മുഖത്തിവൾ ഇങ്ങനെ നോക്കും. ഇവൾ ഈ ആണുങ്ങൾ കൊണ്ടുപോയിട്ട് ഞെക്കി പൊട്ടിച്ചിട്ട് ഇവിടെ ആമ്പിളാര് പറഞ്ഞ നിന്റെ ബലൂൺ പൊട്ടിപ്പോകൂടി മഴയത്തിറങ്ങാതെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തൊരു നാണക്കേടുണ്ട് സാറേ. എന്തോ ഒരു നാണക്കേടുണ്ട്. കമന്റാണ് പിള്ളേര് പറയുന്ന കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് ആരും അറിയുന്നില്ല. അതുകൊണ്ട് ഒരു നല്ല പച്ചക്കറിയെ വിളിച്ചു പറയുന്നത്. ഈ നടു റോഡിലൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കണേന് ഒരു ഇതുമില്ല. ഇതാണ് റീൽസ്. എന്തെങ്കിലും ഒരു സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ അതിലൊരു തീം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന ഒരു സാധനത്തിനാണ് നമ്മള് സാധാരണ റീൽസ് എന്ന് പറയണം. ഇത് ഒരുമാതിരി സിനിമാ പാട്ട് വിട്ട് ബഹിലി. ഇത് എനിക്ക് തോന്നുന്നു ഇവൾക്ക് ഈ ഞാനൊന്നും പറയില്ലേ, ഞാൻ പറഞ്ഞാൽ ഇച്ചിരി കൂടിപ്പോകും സാർ. പിന്നെ അത് ബോഡി ഷെയ്മിങ് ആണെന്നാ അവളെ ഷെയിം ചെയ്തെന്നും പറയുന്നത്. ഇവിടെ ഈ പിന്നെ വാവെടുക്കുമ്പോ പശു കിടന്ന് ചാടുന്നതൊക്കെയുള്ള കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള. സത്യമായിട്ട് തരും. കന്നിമാസത്തിലെ പട്ടി ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളു. നേരെ ഫേസ് നോക്കി ഒരു ക്യാമറയെ നോക്കി ചിരിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് ഇത് കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എല്ലാവർക്കും സൗന്ദര്യമില്ലാത്ത പിള്ളേർ എത്രയോ നന്നായിട്ട് റിലീവ് ചെയ്യുന്നവരുണ്ട്. സൗകര്യമല്ല പ്രശ്നമില്ലേ, അവരവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ അതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇത് എന്താ പറയണ്ടേ? ഒന്നാമത്തെ കാര്യം ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല. ഒരു ചോദിക്കാനും പറയാനും ആളുള്ള വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും പോയി ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ഞെക്കിക്കല.
ഇത് ഇന്നലെ വല്ല സെക്സ് ഗാർഡൻ പുറകെ പോകല്ലേ ഇവർക്ക്? വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ലേ? ഇത് നമ്മൾ കേരളത്തിൽ നമ്മുടെ ഇത്തിരില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ അവരൊന്നും മാർക്കില്ല. നേരം എടുത്താൽ നമുക്ക് ഒരു സാധനം കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഈ സ്ത്രീ എന്തോ ഒരു കഷ്ടമാണ് കാണിക്കുന്ന. ഇവൾ എപ്പോ കുത്തിയിരുന്ന് ഇതെല്ലാം അടിച്ച് കയറ്റി വിടുന്നെന്ന് അറിഞ്ഞല്ലോ സാറേ. എനിക്കറിയത്തില്ല ഇങ്ങനെ കേരളത്തിനെ അവമാനിക്കാൻ പറ്റിയ ഒരു സ്ത്രീ. ആ കൂടെ ഉള്ളവര് പറയുന്നു അവർ 2-3 സ്ഥലത്ത് ജോലി മേടിച്ചിട്ട് പിള്ളേർ ജോലി മേടിച്ചു കൊടുത്തിട്ട് ഇവള് പോകത്തില്ല, ജോലിക്ക് പോകത്തില്ല, ജോലി വേണ്ടെന്നും പറഞ്ഞു പോയതാണ്. അപ്പൊ ജോലി റിസൈൻ ചെയ്തിട്ട് പോകുന്നവളാണ് ഇവള്. അല്ലാതെ അവർക്ക് കഴിയാൻ പറയണ്ടെങ്കിൽ കൊടുക്കാനിട്ടല്ല കലാകാരന്മാര്. അറിയവാ തീറ്റി കുത്തല് കൂടിയിട്ടാ ഇതാവുന്ന നടന്നു മേയല്ല. ഇതിൽ നല്ലത് സദാചാര ബോധം ഇല്ലാത്ത സ്ത്രീകൾ കാണിക്കുന്ന പല പണികളും ചെയ്യുന്നതാണ് നല്ലത്. അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യണതാണ്. അത് ചെയ്താലും ആ ജോലി നമ്മൾ റെസ്പെക്ട് ചെയ്യും. കാര്യം എന്താണെന്നറിയാവാ, ചിലര് മക്കളെ വളർത്താൻ വേണ്ടി അങ്ങനെ തരത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവരുടെ ജീവിതം മുന്നോട്ട് നല്ലപോലെ കൊണ്ടുപോകണമെന്നായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ. അത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള കേരളത്തിൽ എത്രയോ സ്ത്രീകളുണ്ട്. ഇന്നെല്ലാ സ്ത്രീകളും ഒന്നാമത്തെ കാര്യം സാറേ, കേരളം മുടിയിലാണ്. എത്ര മരണമാണ് സാറേ ഈ മാസം നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്നത്. പെണ്ണുങ്ങളെല്ലാം നാശമായി. പെണ്ണുങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധമാ, വീട്ടിനോട് കടപ്പാട, മക്കളോട് കടപ്പാട ഇല്ല. 2-3 കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത്, അദ്ദേഹങ്ങളെ കൊന്നിട്ടാണ് പോണത്. ആ ഒരു സാഹചര്യം നടക്കുമ്പോഴാണ് ഇവള് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രചോദനമായിട്ട് ഇത്രയും പണി നേരം എടുക്കുമെന്ന് കാണിക്കുന്നത്. അറിയാവാ, നമുക്ക് വളരെയധികം വിഷമമുള്ളത് കൊണ്ട് പറയുന്നത്. നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ, നമ്മൾ ആരെയും പേടിച്ചില്ലെങ്കിൽ, നമ്മൾ വേലെടുത്താണ് കഴിയുന്നെങ്കിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന നാടിനെ നമ്മൾ ബഹുമാനിക്കുക. എന്നാലേ നമുക്കും ആ ബഹുമാനം കിട്ടുള്ളൂ. എന്തൊരു സ്ത്രീയാണിത്? ഇത് പെണ്ണുങ്ങൾക്ക് അപമാനമാണ്. ഈ ആമ്പിളരൊക്കെ കാണുന്ന ഇതല്ലേ? ഇവളൊരു 10 ഞെക്ക് പത്താണുങ്ങളെ കൊണ്ടില്ലെങ്കിൽ അവർക്ക് സഹിക്കില്ല. ഇത് മുറികൂട്ടിയിട്ടേ ഈ സമൂഹത്തിന് കാണിച്ചു വേണം ചെയ്യാൻ. ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നെന്നും പറഞ്ഞ് അവരെ എല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ ഞെക്കിപ്പൊട്ടിക്കണ. ഇത് ഈ ചെറിയ ചെറിയ പണിയും ചെയ്ത് ചെറിയ എന്തെങ്കിലും സിനിമ പ്രവർത്തകരായിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ നാണക്കേടല്ലേ സാറേ? ഇത് സമൂഹത്തിന് നശിപ്പിക്കുന്നു. ഇവിടെ പിടിച്ച് 2 ദിവസം അട്ടപ്പളങ്ങടെ ഏതെങ്കിലും ജയിലിൽ കൊണ്ടിടും. അവിടെ സൂക്കടിച്ച് വളർത്താം. സെക്സിനെ എല്ലാത്തിനായിരിക്കും. ഇപ്പൊ കാര്യം എന്താന്ന് വെച്ചാൽ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെണ്ണുങ്ങളൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും. ഈ ഉണക്ക പറഞ്ഞ എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നോക്കാം. നിലവിലുള്ള ആൺപിള്ളേർക്ക്, പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് എന്ന് പറയുന്ന സൗന്ദര്യം എന്ന് പറഞ്ഞ് നമ്മൾ വർണ്ണിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം അതൊന്നും ഇതൊക്കെയില്ല. സത്യം പറഞ്ഞാൽ സാറേ, ഞാൻ സാറിനോട് പറയുമ്പോൾ റെസ്പെക്ട് കളഞ്ഞിട്ട് പറയാനും തോന്നരുത്. വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. എന്തോ ഒരു സ്ത്രീയാണ് ഇത്. മര്യാദക്ക് എത്രയോ ഡീസന്റ് ആയിട്ട് റീൽസ് ചെയ്യുന്ന എത്രയോ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ട്. അമ്മമാര് വരെ, അമ്മൂമ്മമാര് വരെ ഉണ്ട്. അപ്പൂപ്പനും അമ്മൂമ്മന്മാരെ ഉണ്ട്. പിന്നെ അവരൊക്കെ കാണിക്കുമ്പോൾ നമുക്കതൊരു രസമാണ്. അവരുടെ ടൈം പാസിനാണ് ഇത്ര പ്രായമായി. അപ്പോൾ ഇതിൻ്റെ അത് പേരും കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ, പക്ഷെ മനസ്സിലാകേണ്ടവർക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേട്ടിട്ടെങ്കിലും ഒരു ബോധം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇവർ പറയുന്നത് നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല. ഒരു ശരാശരി മലയാളികൾക്ക് ചിന്തിക്കുമ്പോൾ ഒരുപാട് പേരുണ്ട്, നമ്മളിവിടെ റീൽസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതെന്താണെന്നറിയില്ല, ഇത് നെഗറ്റീവ് കൊണ്ട് എന്തോ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ പാവം മക്കളെ തന്നെയാണ് എന്നുള്ളൊരു വിചാരം പോലും ഇല്ലാതെ അവരിങ്ങനെ അങ്ങ് എന്താ പറയേണ്ടത് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഒരു മാറ്റം വന്നാൽ അത് ഏറ്റവും നല്ലത്, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആ ഒരു കുട്ടികൾ തന്നെയായിരിക്കും. അതുകൊണ്ട് അവർക്ക് അങ്ങനെ തോന്നട്ടെ. പിന്നെ അവരുടെ കൂടെയുള്ള അവന്മാർ എന്ന് പറഞ്ഞാൽ തനി വേട്ടാവിളിയന്മാർ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയെ കൊണ്ട് പല വേഷങ്ങളും കെട്ടിക്കുകയാണ് അവർ ചെയ്യുന്നത്, അവരുടെ റീച്ചിന് വേണ്ടിയിട്ട്, വേറെ ഒന്നിനുമല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.